ഇംഗ്ലണ്ട് കോങ്കോ മത്സരത്തിന്റെ ആ വിശേഷങ്ങൾക്കപ്പുറം ആദ്യം പോകേണ്ടത് ഈ ലോകകപ്പിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ത്രില്ലർ പോരാട്ടം ബെൽജിയം സെനഗൽ മത്സരമാണ്. ഒരു നാടകീയ ജയമാണ് ബെൽജിയം സ്വന്തമാക്കിയത്. അതിലൂടെ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയിട്ടുണ്ട്. 86-ാം മിനിറ്റ് വരെ 2 ഗോളിന് പിന്നിൽ നിന്നിരുന്ന ബെൽജിയം വമ്പൻ തിരിച്ചുവരവിലൂടെയാണ് ജയം പിടിച്ചെടുത്തത്. എക്സ്ട്രാ ടൈമിന്റെ അധിക സമയത്തായിരുന്നു റെഡ് ആർമിയുടെ വിജയികൾ. അസർ ബിൻ അസീസ് ഉണ്ട് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. അസർ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോകകപ്പിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ച മത്സരം, ഏറ്റവും വലിയ ത്രില്ലർ പോരാട്ടം എന്ന് വേണമെങ്കിൽ ഈ ബെൽജിയം സെനഗൽ മത്സരത്തെ വിശേഷിപ്പിക്കാം. അടി, തിരിച്ചടി, ഒടുവിൽ വിജയ ഗോൾ, എക്സ്ട്രാ ടൈമിന്റെ അധിക സമയത്ത്. എങ്ങനെ കൂടുതൽ എന്തൊക്കെ പറയാനുണ്ട്? അനിൽ വാസുദേവ്, ഒരു ത്രില്ലർ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്ത് ഫീലാണ് ഒരു ആസ്വാദകന് ലഭിക്കുന്നത്, അതേ ഫീലായിരുന്നു കായിക പ്രേമികൾക്ക് ഇന്നലത്തെ ബെൽജിയം സെനഗൽ പോരാട്ടം കണ്ടു കഴിയുമ്പോൾ ലഭിച്ചത് എന്ന് തന്നെ പറയാം. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ബെൽജിയത്തിൻ്റെ മുന്നേറ്റത്തോടു കൂടി തുടങ്ങിയ മത്സരം, പിന്നാലെ തന്നെ സെനഗലിൻ്റെ പ്രത്യാക്രമണങ്ങൾ കണ്ട മത്സരമായിരുന്നു. 24-ാം മിനിറ്റിൽ ഹബീബ് ദിയാരയിലൂടെ സെനഗൽ ലീഡെടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് വീണ്ടും ആ ലീഡ് ഉയർത്താനുള്ള ശ്രമങ്ങളുണ്ടായി. ആദ്യ പകുതിക്ക് പിരിയുന്നതിന് മുമ്പ് ബെൽജിയം ഒരുപക്ഷെ ആ സമനില ഗോൾ നേടിയേക്കുമെന്നുള്ള ഒരു അവസരം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ ലീഡ് അത് സെനഗലിന് തന്നെയായിരുന്നു. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഒരു മാറ്റവുമായി, നിർണായക മാറ്റവുമായാണ് ബെൽജിയം കളി ആരംഭിക്കുന്നത്. അവരുടെ മികച്ച താരം ലുക്കാക്കുവിനെ പ്ലേയിങ് 11-ലേക്ക് കൊണ്ടുവന്ന ഒരു മാറ്റം, സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാണ് ബെൽജിയത്തിൻ്റെ മത്സരം രണ്ടാം പകുതിയിൽ ആരംഭിച്ചത്. രണ്ടാം പകുതിയിൽ 51-ാം മിനിറ്റിൽ ഇസ്മായിൽ സാർ ഒരു ഗോൾ കൂടി സെനഗലിന് വേണ്ടി നേടുന്നു. അങ്ങനെ വ്യക്തമായ 2 ഗോളിൻ്റെ ലീഡുമായി മത്സരം മുന്നേറുകയാണ്. പിന്നീടാണ് അതിനാടകീയമായ രംഗങ്ങൾ നടക്കുന്നത്. 86-ാം മിനിറ്റിൽ ലുക്കാക്കു തന്നെ ആശ്വാസ ഗോൾ ബെൽജിയത്തിനായി നേടുന്നു. പിന്നീട് അങ്ങോട്ട് 3 മിനിറ്റ് വ്യത്യാസത്തിൽ സമനില ഗോൾ, ടിലമെൻസിലൂടെ സമനില ഗോൾ നേടി ബെൽജിയം മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ആ മത്സരം അധിക സമയം കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുന്നു. എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളും തുല്യത പാലിക്കുന്നു. ഗോൾ അടിക്കാനുള്ള, വിജയ ഗോൾ കണ്ടെത്താനുള്ള നിരവധി ശ്രമങ്ങൾ, അവസരങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ അതൊന്നും ഫലം കാണാതെ വരുന്നു. എക്സ്ട്രാ ടൈമിൻ്റെ അധിക സമയത്തിലേക്ക് പോകുമ്പോൾ സെനഗലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചെറിയൊരു പിഴവ് അത് ബെൽജിയത്തിന് ഒരു പെനാൽറ്റി കിക്ക് സമ്മാനിക്കുന്നു. ആ പെനാൽറ്റി ടിലമെൻസ് തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ 3-1 മിന്നും വിജയം ആണ് ബെൽജിയം നേടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.